ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി നമ്മൾ മനസ്സിലാക്കി. നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യമായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അബോളിഷസ് അൺടച്ചബിലിറ്റി? തൊട്ടുകൂടായ്മ നിർത്തലാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. രണ്ടാമത്തത്, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ആൻറ്റി ഡിഫെക്ഷൻ പ്രൊവിഷൻസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷനിലെ കൂറുമാറ്റ നിരോധന നിയമം ആഡ് ചെയ്തിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഏതാണ്? 52nd അമെൻമെൻറ്റ്. മൂന്നാമത്തതാണ്, ദ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ? ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷണേഴ്സ് 3 പേരാണ്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും മറ്റു 2 കമ്മീഷണേഴ്സുമാണ്. നിർവാചൻ സദൻ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അടുത്ത നെക്സ്റ്റ്, ഫോർത്ത്, ഹൂ വാസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആരായിരുന്നു? BN റാവു. നെക്സ്റ്റ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ എക്സാക്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് ഓഫ് ദ ഇന്ത്യൻ റിപ്പബ്ലിക് ഓൺ 26 ജനുവരി 1915? അതായത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ഫോഴ്സ് നിലവിൽ വന്ന സമയത്ത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് എങ്ങനെയുള്ളതായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രിയാമ്പിളിൽ നമ്മളുടെ ഇന്ത്യയെക്കുറിച്ച് എങ്ങനെയായിരുന്നു പരാമർശിച്ചിട്ടുള്ളത്? എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നായിരുന്നു. എന്നാൽ പിന്നീടുള്ള അമെൻമെൻറ്റിന് ശേഷം ഇപ്പോൾ 5 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നാണ്. ഓക്കെ, ഇപ്പോൾ 26 ജനുവരിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിലവിൽ വന്ന സമയത്ത് 3 കാര്യങ്ങളായിരുന്നു. ബാക്കിയുള്ള 2 കാര്യങ്ങളും പിന്നീട് അമെൻമെൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത 6th ക്വസ്റ്റ്യൻ, ദ ഡീസെൻട്രലൈസേഷൻ സിസ്റ്റം വാസ് റെക്കമെൻഡഡ് ബൈ? ഡീസെൻട്രലൈസേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളുടെ പഞ്ചായത്തി രാജിനെയാണ്. അതായത് അധികാര വികേന്ദ്രീകരണം എന്ന് പറയും. അതായത് നമ്മളുടെ ലോക്കൽ ഏരിയസിൽ അവർക്ക് പവർ കൊടുത്തുകൊണ്ട് ആ ലോക്കൽ ഗ്രാമങ്ങളുടെ വികസനം അത് നടപ്പിലാക്കാൻ വേണ്ടി പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാര പരിധികൾ കൊടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇത് നടപ്പിലാക്കിയ, അല്ലെങ്കിൽ ഇത് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ബൽവന്ത് റായ് മെഹ്ത്ത. അപ്പോൾ ദ ഡീസെൻട്രലൈസേഷൻ സിസ്റ്റം വാസ് റെക്കമെൻഡഡ് ബൈ, അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് സിസ്റ്റം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ, ബൽവന്ത് റായ് മെഹ്ത്ത. നമ്മൾ LSGD എന്ന് പറയും, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ ആണ് ഇതിനെ അറിയപ്പെടുന്നത്. അടുത്ത നെക്സ്റ്റ് 7, ഹൗ മെനി ആർട്ടിക്കിൾസ് ഹാസ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വെൻ ഇറ്റ് കെയിം ഓൺ ഫോഴ്സ്? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് അതിൽ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു? 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പാർട്ട് 22 പാർട്ട് ഉണ്ടായിരുന്നു. ഷെഡ്യൂൾസ് ആണെങ്കിൽ 8 ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ് ഓൺ 26 നവംബർ 1949. അതായത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയത്, അതിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയത് 26 നവംബർ 1949. അടുത്തത്, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ഈ 2 ഡേറ്റുകളും മനസ്സിലാക്കണം. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന്. അഡോപ്റ്റഡ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രെയിം വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി എഴുതി തയ്യാറാക്കിയതാണ്, പക്ഷേ നിലവിൽ വന്നിട്ടില്ല. പിന്നീട് അത് നിലവിൽ വന്നതാണ്, അല്ലെങ്കിൽ കെയിം ഇൻ ടു ഫോഴ്സ് ആണ് 26 ജനുവരി 1950. അതിൻ്റെ കാര്യം എന്താണെന്നറിയാം. 26 നവംബർ 1949 റെഡി ആയിട്ടുണ്ട് എങ്കിലും നമ്മളുടെ പൂർണ്ണ സ്വരാജ് എന്ന ഒരു ആശയം അത് നടപ്പിലായത് 1930 ജനുവരി മാസം 26-ാം തീയതിയായിരുന്നു അതിൻ്റെ റെസൊല്യൂഷൻ പാസ്സായത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് 26 നവംബർ 1949 തയ്യാറായ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ നിലവിൽ കൊണ്ടുവന്നത് എന്ന് 26 ജനുവരി 1950 നമ്മൾ നേരത്തെ അത് പഠിച്ചതാണ്. അപ്പോൾ ഈ 2 വ്യത്യാസങ്ങൾ മനസ്സിലാകണം. അടുത്ത നെക്സ്റ്റ്, ദ പ്രസിഡൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ എംപവേഴ്സ് ദ പ്രസിഡന്റ് ടു ഡിസോൾവ് ദ ലോക്സഭ അറ്റ് എനി ടൈം ബിഫോർ ഇറ്റ്സ് ടെന്യൂർ? അതായത് ലോക്സഭയെ പിരിച്ചുവിടാനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരം ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 85. നമുക്കറിയാം, ഒരു ലോക്സഭയുടെ അധികാരകാലം അല്ലെ പരിധി എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്.
5 ഇയർ ടെന്യൂറാണ്. ആ ഒരു 5 ഇയറിനിടയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ പറയുന്ന മജോറിറ്റിയുടെ പ്രശ്നങ്ങൾ അന്നങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും? മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഈ ലോക്സഭയെ പിരിച്ചുവിടാൻ പറ്റും. അതിനുള്ള അധികാര പരിധിയാണ് ആർട്ടിക്കിൾ 85. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഹാസ് ഇൻ ഇന്ത്യ ആസ് ഓൺ ഡേറ്റ്? ഇന്നത്തെ ദിവസം അല്ലെ ആസ് ഓൺ ഡേറ്റിൽ എത്ര സ്റ്റേറ്റും എത്ര യൂണിയൻ ടെറിട്ടറിയും ഉണ്ട്? 28 സ്റ്റേറ്റ് ആൻഡ് 9 യൂണിയൻ ടെറിട്ടറീസ്. നമുക്കറിയാം നേരത്തെ 29 സ്റ്റേറ്റും 7 യൂണിയൻ ടെറിട്ടറിയുമായിരുന്നു. പിന്നീട് ജമ്മു കാശ്മീരിനെ 2 യൂണിയൻ ടെറിട്ടറികളായിട്ട് മാറ്റി. ജമ്മു ആൻഡ് കാശ്മീറും പിന്നെ ലഡാക്കും 2 യൂണിയൻ ടെറിട്ടറീസായി മാറ്റി. ഓക്കെ. അടുത്ത 13, വിച്ച് ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് ആൻറ്റി ഡിഫെക്ഷൻ ആക്ട്? അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് ഷെഡ്യൂളാണ് കൂറുമാറ്റ നിരോധന നിയമം കണ്ടെയ്ൻ ചെയ്യുന്നത്, ഉൾക്കൊള്ളുന്നത്? ഏത് കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഷെഡ്യൂൾ ഏതാണ്? 10th ഷെഡ്യൂൾ, 10ാമത്തെ ഷെഡ്യൂൾ. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് അറ്റ് പ്രസൻറ്റ് ദ നമ്പർ ഓഫ് ലാംഗ്വേജസ് റിക്കഗ്നൈസ്ഡ് ബൈ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ്? നിലവിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ ലാംഗ്വേജസ് എത്ര എണ്ണമാണ്? 22 ലാംഗ്വേജസ്. ഇതിൻ്റെ ഈ ലാംഗ്വേജസ് പരാമർശിക്കുന്ന പിന്നെ ഷെഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 8 ഷെഡ്യൂൾഡാണ് അല്ലേ? ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹാവ് ബീൻ ഇൻകോർപ്പറേറ്റഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് പാർട്ടിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്? പാർട്ട് 3. 16ാം ക്വസ്റ്റ്യൻ, ദ വോട്ടിംഗ് ഏജ് ഇൻ ജനറൽ ഇലക്ഷൻ വാസ് റെഡ്യൂസ്ഡ് ഫ്രം 21 years to 18 years ബൈ വിച്ച് അമെൻമെൻറ്റ്? ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സായി കുറച്ചിട്ടുള്ളത്? 61ാമത്തെ അമെൻമെൻറ്റ് ആക്ട് 1989. രാജീവ് ഗാന്ധി ആയിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി. അടുത്ത 17ാം ക്വസ്റ്റ്യൻ, ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് നോൺ ആസ്? ഇന്ത്യൻ പാർലമെൻറ്റിനെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പാർലമെൻറ്റ് എന്നൊന്ന് പറയും നമ്മൾ, പക്ഷേ ഹിന്ദിയിൽ പറയും സൻസദ് ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്, സൻസദ് ഭവൻ. അതുപോലെ തന്നെ നമ്മളുടെ നിയമസഭകളെ അറിയുന്ന ഒരു പേരുണ്ട്, വിധാൻ സഭയെന്നും വിധാൻ പരിഷത്ത് എന്ന് പറയും. ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് പറയുന്നതാണ് വിധാൻ സഭ എന്ന് പറയും. എന്നാൽ നമ്മളുടെ ഈ പാർലമെൻറ്റിന് 2 തട്ടുകളുണ്ടെന്ന് നമുക്കറിയാം, ഒന്ന് ലോക്സഭയും ഒന്ന് രാജ്യസഭയും. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും 2 സഭകളുണ്ട്. അതാണ് ഒന്ന് വിധാൻ സഭ അല്ലെങ്കിൽ വിധാൻ പരിഷത്ത് എന്ന് 2നെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം പാർലമെൻറ്റിന് പൊതുവിൽ പറയുന്ന പേരെന്താണ്? സൻസദ് ഭവൻ. 18ാമത്തെ ക്വസ്റ്റ്യനാണ്, വിച്ച് ആർട്ടിക്കിൾ പ്രൊഹിബിറ്റ്സ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 18 years ഇൻ ഫാക്ടറി ഓർ മൈൻ? അതായത് 14 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ നമ്മളുടെ ഫാക്ടറികളിലും മറ്റ് സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്നതിൽ നിന്ന് പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ബാലാവകാശം അല്ലേ? ആർട്ടിക്കിൾ 23. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യ എങ്ങനെയുള്ള ഒരു രാജ്യമാണ്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. പല സ്റ്റേറ്റുകൾ കൂടിച്ചേർന്നതാണ് ഒരു ഇന്ത്യ എന്നൊരു മഹാരാജ്യം. അതുപോലെ തന്നെ പല സ്റ്റേറ്റുകളും പല യൂണിയൻ ടെറിട്ടറിയും ചേർന്നതാണ് ഇന്ത്യ. ഇപ്പോൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് കാറ്റഗറി ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻകോർപ്പറേറ്റ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി? അൺടച്ചബിലിറ്റി എന്ന ഭാഗം അല്ലെ അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തത് ഏത് ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി, എല്ലാവർക്കും സമത്വം എന്ന ആ ഒരു പോയിന്റിലാണ് അൺടച്ചബിലിറ്റി എന്ന ഈ ഒരു കാര്യത്തെ അബോളിഷ് ചെയ്തിട്ടുള്ളത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ പ്രസിഡൻറ്റ് ഈസ് ടു റിസൈൻ ഫ്രം ഓഫീസ് ഹീ ഷുഡ് അഡ്രസ് ഹിസ് ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ ടു? അതായത് പ്രസിഡൻറ്റ് വിരമിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആർക്കാണ് റെസിഗ്നേഷൻ ലെറ്റർ നൽകുന്നത്? വിരമിക്കൽ കത്ത് നൽകുന്നത് ആർക്കാണ്? വൈസ് പ്രസിഡൻ്റാണ്. വൈസ് പ്രസിഡൻ്റ് നൽകുന്നത് പ്രസിഡൻറ്റിനാണ്. ഓക്കെ.
ഓക്കെ, അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. ഓൾ മിനിസ്റ്റേഴ്സ് അറ്റ് ദ സെൻറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ. സെൻട്രൽ ഗവൺമെൻറ്റിലെ അല്ലെ യൂണിയൻ ഗവൺമെൻറ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ആരാണ്? ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇനി അത് സ്റ്റേറ്റ് ലെവലാണെങ്കിൽ ഗവർണറാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. ദ സുപ്രീം കമാൻഡർ ഓഫ് ദ ആർമഡ് ഫോഴ്സസ്. ആർമഡ് ഫോഴ്സസിൻ്റെ സേനകളുടെ സുപ്രീം കമാൻഡർ ആരാണ്? ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അടുത്ത് 24. ദ പ്രൈം മിനിസ്റ്റർ മസ്റ്റ് ബി എ മെമ്പർ ഓഫ്. പ്രൈം മിനിസ്റ്റർ ആകാൻ അദ്ദേഹം പാർലമെൻറ്റിലെ ഏത് സഭയിലെ അംഗമായിരിക്കണം? ലോക്സഭയാണോ രാജ്യസഭയാണോ അതോ ബോത്ത് ഹൗസസ് ആണോ? അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും, അതായത് രാജ്യസഭയുടെയോ ലോക്സഭയുടെയോ ഏതെങ്കിലും ഒരു അംഗം ആയിരുന്നാൽ മതി. ഇനി 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ ജയിച്ചു വേണമെങ്കിലും ഒരാൾക്ക് ആകാനെ കൊണ്ട് സാധിക്കും. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ആകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ ആകണമെങ്കിൽ എന്തായിരുന്നാൽ മതി? രാജ്യസഭയുടെയോ ലോക്സഭയുടെയോ എനി ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ് അംഗമായിരുന്നാൽ മതി. 25ാമത്തെ ക്വസ്റ്റ്യൻ. ദ നോർമൽ ടെന്യൂർ ഓഫ് ലോക്സഭ ഈസ്. ലോക്സഭയുടെ നോർമൽ ടെന്യൂർ എത്രയാണ്? 5 വർഷമാണ്. ഇനി രാജ്യസഭയുടെ ആണെങ്കിൽ എത്രയാണ്? രാജ്യസഭ പെർമനൻറ്റ് ബോഡിയാണ്. അതുപോലെ തന്നെ അതിലെ അംഗങ്ങൾ 6 വർഷത്തിലൊരിക്കലാണ് വിരമിക്കുന്നത്. 6 വർഷം അവരുടെ ടെന്യൂറാണ്. എല്ലാ 2 വർഷം കൂടുന്തോറും മൊത്തം അംഗങ്ങളുടെ 1/3 ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. രാജ്യസഭ ഹാസ് എ ലൈഫ് ഓഫ് പെർമനൻസിയാണ്, പെർമനൻ്റ് ആണ്, അത് ഡിസോൾവ് ചെയ്യത്തില്ല. ലോക്സഭയാണെങ്കിൽ എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പ്രസിഡൻറ്റിന് ഡിസോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 5 വർഷം തികച്ച് അടുത്ത ഇലക്ഷൻ നടക്കും. രാജ്യസഭയാണെങ്കിൽ എല്ലാ 6 വർഷം ഒരു അംഗം 6 വർഷത്തിന് ശേഷം വിരമിക്കും, അടുത്ത അംഗങ്ങൾ അതിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. രാജ്യസഭ എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ്. കേരളത്തിൽ നിന്ന് 9 അംഗങ്ങളാണ് ഉള്ളത്. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ വാസ് ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയയാണ്. 1950 ജനുവരി 26-നാണ് സുപ്രീം കോടതി ന്യൂഡൽഹിയിൽ നിലവിൽ വന്നത്. അടുത്തത് 28ാമത്തെ ക്വസ്റ്റ്യൻ. ദ എമർജൻസി ക്യാൻ ബി പ്രൊക്ലെയിംഡ് മെയ്. ഇന്ത്യയിൽ എമർജൻസി നിലവിൽ വരുവാൻ അല്ലെങ്കിൽ നടപ്പിലാക്കുവാൻ ഓർഡർ ചെയ്യാൻ അനുവാദമുള്ളത് ആർക്കാണ്? ദ പ്രസിഡൻറ്റിനാണ്. നമുക്കറിയാം 3 തരത്തിലുള്ള എമർജൻസിയാണ്. ഒന്ന്, ഈ യുദ്ധം അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഉള്ള എമർജൻസി. രണ്ടാമത് സ്റ്റേറ്റ് എമർജൻസി, ഏതെങ്കിലും സ്റ്റേറ്റിൽ അവരുടെ ഗവൺമെൻറ് മിഷനറി ഫെയിലാവുകയാണെങ്കിൽ ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാം. മൂന്നാമതാണ് ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക മാന്ദ്യം വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതിനുള്ള പവർ ആർക്കുള്ളതാണ്? പ്രസിഡൻറ്റിനുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29. ഹൂ ഈസ് ദ ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ലോ ഓഫീസർ എന്നറിയപ്പെടുന്നത് ആരാണ്? എല്ലാ ഗവൺമെൻറ്റിനും ഒരു പ്രതിനിധി ഉണ്ടായിരിക്കും. അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അറ്റോർണി ജനറലാണ്. ഇദ്ദേഹത്തിന് ലോക്സഭയെ പ്രതിനിധീകരിക്കാൻ, ലോക്സഭയിൽ പങ്കെടുക്കാൻ സാധിക്കും. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മെമ്പർ അല്ലെങ്കിൽ കൂടി ആ ഒരു അധികാരമുള്ളത് അറ്റോർണി ജനറൽ മാത്രമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ഗവൺമെൻറ്റിനെ അല്ലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും, നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വർക്കൗട്ട് ചെയ്യുക, അത് നടത്തിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിയമോപദേശം നൽകുക ഗവൺമെൻറ്റിന്. അതുപോലെ തന്നെ കേസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ലോ ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത്. സെയിം പോസ്റ്റ് ഒരു സംസ്ഥാനത്തിനുണ്ട്, അതിനറിയപ്പെടുന്ന അഡ്വക്കേറ്റ് ജനറൽ എന്നാണ്. രണ്ടും AG ആണ്. അറ്റോർണി ജനറൽ സെൻട്രൽ ഗവൺമെൻറ്റിലും അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന ഗവൺമെൻറ്റുകളിലുമാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ. എ റിട്ട് ഇഷ്യൂഡ് ബൈ എ കോർട്ട് ടു സം ഇൻഫീരിയർ അതോറിറ്റി ടു ട്രാൻസ്ഫർ ദ മാറ്റർ ടു ഇറ്റ് ഫോർ ഇറ്റ്സ് പ്രോപ്പർ കൺസിഡറേഷൻ ഈസ് കോൾഡ്. അതായത് ഒരു ലോവർ കോർട്ടിൽ നടക്കുന്ന ഒരു ട്രയലിനെ ഒരു റിട്ടിലൂടെ, ഒരു ഹർജിയിലൂടെ ഒരു ഹയർ കോർട്ട് പറയുകയാണ്, സുപ്രീം കോടതി അല്ലെ ഹൈക്കോടതി പറയുകയാണ്, ഈ കോർട്ടിനെ ഈ ഒരു ട്രയലിനെ ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൂ, ഞങ്ങൾ ഇതൊന്ന് റിവ്യൂ ചെയ്യട്ടെ. അപ്പോൾ ഏതെങ്കിലും ഈ ട്രയലിൽ പങ്കെടുത്തുള്ള അക്യൂസ്ഡിന് എന്തെങ്കിലും ഇതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ അപ്പോഴാണ് അവരുടെ മൗലിക അവകാശം എന്നുള്ള നിലയിൽ റിട്ടിന് വേണ്ടി ഹർജി നൽകുന്നു. അത് ഹൈക്കോടതികൾ, സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതികൾ അത് പ്രയോഗിക്കുന്നു. മനസ്സിലായോ?
അപ്പോൾ അതിന് പറയുന്നതാണ് പ്രൊഹിബിഷൻ എന്നുള്ളത്. അതായത് ഒരു ലോവർ കോർട്ടിലുള്ള ഒരു കേസിനെ, ഒരു ട്രയലിനെ ഒരു ഹയർ കോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാൻ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന റിട്ട് അല്ലെങ്കിൽ അതിന് ഓർഡറിനെയാണ് എന്ത് പറയുന്നത്, പ്രൊഹിബിഷൻ എന്ന് പറയപ്പെടുന്നത്. നമ്മളിത് എല്ലാം പഠിച്ചതാണ്. 5 കാര്യങ്ങൾ ഓരോന്നും എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്ന് നമുക്കറിയാവുന്നതാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ 31. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെയർ ലേഡ് ഡൗൺ ബൈ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? 42ാമത്തെ അമെൻമെൻറ്റ്. ഇതിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് 32. ഹൂ ആർ ദ ഗാർഡിയൻസ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. അതായത് നമ്മളുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് 5 രീതിയിലുള്ള റിട്ടുകൾ നൽകാൻ സാധിക്കും. അപ്പോൾ അത് നൽകാനുള്ള അധികാര പരിധി എന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ടാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അമെൻഡഡ് ബൈ ദ ഫസ്റ്റ് ടൈം ഇൻ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആദ്യമായി അമെൻമെൻറ്റ് ചെയ്ത് എന്നാണ്? ജൂൺ 1951 1951 ജൂണിലാണ്. പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മളുടെ ഇവിടെ ജമീന്ദാരി സിസ്റ്റം ആയിരുന്നു. അതായത് ഉടമകൾക്ക് വളരെയധികം പ്രോപ്പർട്ടികളും, എന്നാൽ അതിൽ ലോവർ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള സൗകര്യം ഇല്ലാത്ത, അവരെല്ലാവരും അവരുടെ ലേബേഴ്സ് മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട് ഇത്ര മാത്രമേ ഭൂമി കൈവശം വെക്കാൻ പാടുള്ളൂ ഒരു പരിധി വെച്ചു. ബാക്കിയെല്ലാം ഈ ക്ലാസ്സിലുള്ള പൂവറായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തു. അങ്ങനെ ആ ഒരു ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്വത്ത് ഒരുപോലെയാക്കുക എന്നുള്ള ഒരു നിയമം അങ്ങനെ അതിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ഫസ്റ്റ് അമെൻമെൻറ്റ്. അടുത്ത നെക്സ്റ്റ് 34ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ നമ്പർ ഓഫ് റിട്സ് ബൈ വിച്ച് പ്രൊട്ടക്ഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ എൻഷുർഡ് ഈസ്? എത്ര റൈറ്റുകൾ മൊത്തമുണ്ട് അതിലൂടെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്? 5 എണ്ണമാണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർട്ടിക്കിൾ എംപവേഴ്സ് ദ പ്രസിഡന്റ് ടു സസ്പെൻഡ് എനി ഓർ ഓൾ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂറിങ് നാഷണൽ എമർജൻസി? നാഷണൽ എമർജൻസിയിൽ എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും, ഒരു പൗരൻ്റെ എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും വിഡ്രോല് ചെയ്യാനെ കൊണ്ട് പ്രസിഡന്റിനെ എംപവർ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 359. അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ. ദ പാർലമെൻറ്റ് കൺസിസ്റ്റ് ഓഫ്? പാർലമെൻറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ അടങ്ങിയതാണ്? ദ പ്രസിഡന്റ്, ലോക്സഭ ആൻഡ് രാജ്യസഭ. അപ്പോൾ പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന് പ്രസിഡന്റ്, ലോക്സഭ ആൻഡ് രാജ്യസഭ. 37ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ അതായത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A. നമുക്കറിയാം 6 വയസ്സിനും 14 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് അവരുടെ മൗലിക അവകാശമാണ് വിദ്യാഭ്യാസം എന്ന് ആഡ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ് 21A. അടുത്ത 38ാമത്തെ ക്വസ്റ്റ്യൻ. ദ പീരീഡ് ഓഫ് വാലിഡിറ്റി ഓഫ് ആൻ ഓർഡിനൻസ് ഇഷ്യൂഡ് ബൈ ദ പ്രസിഡന്റ് ഈസ്? അതായത് ഒരു പ്രസിഡന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓർഡിനൻസിൻ്റെ കാലാവധി എത്ര നാളാണ്? ഈ ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ 6 മാസത്തിനുള്ളിൽ മാക്സിമം ഒരു പാർലമെൻറ്റ് സമ്മേളനത്തിനുള്ള മാക്സിമം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസമാണ്. അതിനുള്ളിൽ ചേർന്നിരിക്കണം. അപ്പോൾ പാർലമെൻറ്റ് കൂടുന്ന സമയത്തല്ലാതെ ഏതെങ്കിലും ഒരു എമർജൻസി നിയമം പാസ്സാക്കണമെങ്കിൽ അത് സാധാരണ നമുക്കറിയാം പാർലമെൻറ്റിൽ പാസ്സാക്കിയാണ് ഒരു നിയമം എപ്പോഴും സബ്മിറ്റ് ചെയ്യുന്നത്, അല്ലെ പാസ്സാകുന്നത്. പക്ഷേ പാർലമെൻറ്റ് സമ്മേളിക്കാത്ത സമയത്ത് അടിയന്തര ഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്യുമ്പോൾ പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. ആ ഓർഡിനൻസ് 6 മാസമാണ് അതിൻ്റെ കാലാവധി. പക്ഷേ ഒരു പാർലമെൻറ്റ് സമ്മേളനം വന്നു കഴിയുമ്പോൾ ആ ഓർഡിനൻസ് എന്ത് ചെയ്യണം? പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുകയും അത് ബില്ലാക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ പീരീഡ് ഓഫ് വാലിഡിറ്റി ഓഫ് ആൻ ഓർഡിനൻസ് ഇഷ്യൂഡ് ബൈ ദ പ്രസിഡന്റ് ഈസ്? അപ്പോൾ പ്രസിഡന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓർഡിനൻസിന് അതിൻ്റെ കാലാവധി എത്രയാണ്? അതായത് 6 വീക്സ് ഫ്രം ദ റീഅസംബ്ലി ഓഫ് ദ പാർലമെൻറ്റ്. 6 ആഴ്ചയാണ്. അതായത് രണ്ടാമത് ഓർഡിനൻസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം പിന്നെ നടന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ അത് പാസ്സാക്കി 6
6 ആഴ്ച എന്നുള്ളതാണ്. ഇതൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. കാര്യം എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻ നോക്കണം, MCQയിൽ ഓപ്ഷൻ നോക്കണം എന്താണെന്നുള്ളത്. ഇനി അതിനകത്ത് 6 മന്താണ് കിടക്കുന്നതെങ്കിൽ എന്തായിരിക്കും? ഒരു ഓർഡിനൻസിൻ്റെ ടോട്ടൽ കാലാവധി എന്ന് പറഞ്ഞാൽ 6 മാസമാണ്. 6 മാസം അതിനുശേഷം പാർലമെൻറ്റ് കൂടുന്നു, ഈ ബില്ല് ചർച്ച ചെയ്യുന്നു, പിന്നീട് ഒരു 6 ആഴ്ചയും കൂടെ കിട്ടും. അങ്ങനെ 6+6 6 മാസം പ്ലസ് 6 വീക്ക്, ഇതാണ് അതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിൽ എന്നോട് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അടുത്ത 39ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ബിസിനസ് ഓഫ് പാർലമെൻറ്റ് വിത്തൗട്ട് ബീയിങ് എ മെമ്പർ? അതായത് പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു മെമ്പർ അല്ലാതെ കൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തി ആരാണ്? അറ്റോർണി ജനറൽ. നേരത്തെ നമ്മളിത് പറഞ്ഞിരുന്നു. അറ്റോർണി ജനറൽ, ദ ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എന്ന് അറിയപ്പെടുന്ന ആൾ. അടുത്തത് 40 ക്വസ്റ്റ്യൻ, ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അണ്ടർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി സസ്പെൻഡഡ് ഡ്യൂറിങ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പൗരന് നൽകുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? നാഷണൽ എമർജൻസീസിലാണ്. നാഷണൽ എമർജൻസീസ് ആരാണ്? പ്രസിഡൻ്റാണ് ചെയ്യുന്നത്. അടുത്തത് 41, ഹൂ ഹോൾഡ് ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യുന്നതിനുള്ള പവർ ആർക്കാണ്? സുപ്രീം കോർട്ടിനാണ്. അടുത്ത 42, വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ഇലക്ഷൻസ്? ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭാഗം അല്ലെ പാർട്ട് ഏതാണ്? പാർട്ട് 15. അടുത്ത ക്വസ്റ്റ്യൻ 43, ഹൗ മെനി ഷെഡ്യൂൾസ് ആർ കണ്ടെയ്ൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നൗ? ഇപ്പോൾ എത്ര ഷെഡ്യൂൾസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്? 12 ഷെഡ്യൂൾസ്. ഈ 1950 ജനുവരി 26-ന് 8 ഷെഡ്യൂളുകളായിരുന്നു ഉണ്ടായിരുന്നത്. 44, ഹൂ ഈസ് കോമൺലി നോൺ ആസ് ദ ഫാദർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അല്ലേ? ഓക്കെ. 45ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് റിയൽ പവർ ഓഫ് ദ സ്റ്റേറ്റ് ആർ വെസ്റ്റഡ് ഇൻ ദ? അതായത് ഇന്ത്യയിലെ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. ആ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്റിൽ യഥാർത്ഥ പവർ ആരുടെയിലാണ്? പ്രസിഡൻറ്റിലാണോ അല്ലെ മറ്റാരുടെയെങ്കിലാണോ? ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്റർക്കും അദ്ദേഹം ഹെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ള മിനിസ്റ്റേഴ്സിലുമാണ് ഏറ്റവും കൂടുതൽ പവർ. പവർ എന്ന് പറഞ്ഞാൽ എല്ലാ അധികാര പരിധികൾ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? മിനിസ്റ്റേഴ്സിനും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും പ്രൈം മിനിസ്റ്ററുമാണ്. പക്ഷേ നമ്മളുടെ ഹെഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് പ്രസിഡൻ്റ് ആയിരിക്കും. 46ാമത്തെ ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് ബോറോഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഫ്രം വിച്ച് കൺട്രി? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ ഒക്കെ എവിടെ നിന്നാണ് ബോറോ ചെയ്തത് അല്ലെങ്കിൽ ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? USSR. USSR എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റഷ്യയാണ്. നേരത്തെ അതിനറിയപ്പെടുന്ന യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നായിരുന്നു. അതിപ്പോൾ അതെല്ലാം മാറി ഇപ്പോൾ റഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. 47ാമത്തെ ക്വസ്റ്റ്യൻ, ദ വേർഡ് സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഓഫ് ദ നേഷൻ വെയർ ആഡഡ് ടു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ വിച്ച് അമെൻമെൻറ്റ്? നമുക്കറിയാം നമ്മളുടെ പ്രീയാമ്പിളിൽ ആദ്യം 3 കാര്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ പഠിച്ചിരുന്നു. പിന്നീട് 42ാമത്തെ അമെൻമെൻറ്റിൽ എങ്ങനെ ചേർത്തു? സോഷ്യലിസ്റ്റ് എന്നാക്കി, സെക്യുലർ എന്നാക്കി, പിന്നെ യൂണിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി എന്നുള്ള പോർഷൻ ആഡ് ചെയ്തു. അപ്പോൾ ഇത് ഏത് അമെൻമെൻറ്റിലാണ് ചെയ്തത്? 42ാമത്തെ അമെൻമെൻറ്റിലാണ് ചെയ്തത്. ഇതിന് ശേഷം നമ്മളുടെ പ്രീയാമ്പിളിൽ എങ്ങനെയുള്ള കൺട്രിയായി നമ്മൾ സോവറിൻ, ഡെമോക്രാറ്റിക്, സോഷ്യലിസ്റ്റ്, സെക്യുലർ റിപ്പബ്ലിക്കായി മാറി അല്ലേ? അടുത്ത 48ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡിസൈൻ ഓഫ് ദ നാഷണൽ ഫ്ലാഗ് വാസ് അഡോപ്റ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ ഇൻ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്ത് അംഗീകരിച്ച വർഷം ഏതായിരുന്നു? 26 ജൂലൈ 1947. 49, ഹൗ മച്ച് ടൈം ഡിഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ടേക്ക് ടു ഫൈനലി പാസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കുന്നതിന് വേണ്ടി എത്ര സമയമാണ് എടുത്തത്? നമുക്ക് ആക്ച്വൽ സമയം നമ്മൾ പറഞ്ഞു 2 വർഷവും 11 മാസവും 17 ദിവസവും എന്ന് പറഞ്ഞു.
ഇപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുക. ഇപ്പോൾ ഇതിനകത്തിലെ ആൻസർ MCQയിൽ നമ്മൾ ഓപ്ഷൻസ് നോക്കണം. ഇവിടെ എബൌട്ട് 3 years സിൻസ് 9 December 1949 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കറിയാം ആദ്യത്തെ മീറ്റിംഗ് കൂടിയത് 9 December 1946 ആണ്. അപ്പോൾ ആ ഒരു ഡേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 3 വർഷം എന്നുള്ളൊരു കണക്കാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ആൻസർ വന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഓപ്ഷൻ നമ്മൾ ശ്രദ്ധിക്കണം. 50ാമത്തെ ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ നെയിംസ് അവർ കൺട്രി ആസ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ രാജ്യത്തിനെ എങ്ങനെയാണ് പരാമർശിച്ചിട്ടുള്ളത്? ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്. അതായത് ഇന്ത്യ എന്നുള്ളത് ഇംഗ്ലീഷിലും ഭാരത് എന്നുള്ളത് ഹിന്ദിയിലുമാണ്. അപ്പോൾ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ആർട്ടിക്കിൾ 1 തന്നെയാണ് ഇതുള്ളത്. ഇന്ത്യ എന്നത് ഭാരത്, ഇന്ത്യ എന്ന ഭാരതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ എന്നത് ഇംഗ്ലീഷിലുള്ളതും ഭാരത് എന്നുള്ളത് ഹിന്ദിയിലുള്ള മീനിങ്ങുമാണ്. ഓക്കെ.